CPI അങ്ങനെ അത്ര ഫസ്റ്റ് പുള്ളികളൊന്നുമല്ല. ഒരു പാർട്ടി എന്ന നിലയിലും അവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും റവന്യൂ വകുപ്പ് അവരാണ് കൈകാര്യം ചെയ്യാറുള്ളത്. റവന്യൂ വകുപ്പിൽ നടന്നിട്ടുള്ള അട്ടിമറികൾ, നിഷാദിൻ്റെ നാട്ടിൽ ഒരു പൊന്തൻപുഴ വനം കേസുണ്ട്, സർക്കാർ നടത്തിയ കേസാണ്. ആ കേസ് തോറ്റു കൊടുത്തു എന്നാണ് ആക്ഷേപം. അന്ന് കാനഡായതിൻ്റെ നിലവിൽ വരുന്ന ആക്ഷേപമാണ്. അതിൻ്റെ പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുള്ള ആക്ഷേപം, ആരോപണമുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വലിയ തോതിൽ അട്ടിമറികൾ. മൂന്നാറിലും സൂര്യനെല്ലിയിലും അട്ടപ്പാടിയിലൊക്കെ പോയിട്ട്, മൂന്നാർ, നെല്ലിയാമ്പതി, അട്ടപ്പാടി ഇവിടെയൊക്കെ പോയിട്ട് CPI എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സമൂഹത്തിലുള്ളൊരു ഇമേജ് എല്ലാം അവിടെ കിട്ടുക. കാരണം അവിടെ അവരാണ് ആധിപത്യം CPM-നേക്കാൾ. അവർ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ പ്രശ്നത്തിൽ, ഈ ഉപനേതൃ പദവി പ്രശ്നത്തിൽ അവർ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. ശരിയാണ്, LDF-ന് കനത്ത തിരിച്ചടി, നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കനത്ത തിരിച്ചടി LDF-ന് ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ CPM-ഉം ദുർബലമാണ്, അതുപോലെ CPI ദുർബലമാണ്. അപ്പോൾ ഈ തോൽവിക്ക് കാരണം CPM മാത്രമാണോ, പിണറായി വിജയൻ മാത്രമാണോ? ഇപ്പോൾ സാജു ചോദിച്ചല്ലോ, CPI-യുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആരിൽ നിന്ന് സംസാരിക്കാറുണ്ടോ? ഒന്നാലോചിക്കുക, തൃശ്ശൂർ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മണ്ഡലത്തിൽ, ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആലങ്കോട് ജില്ലാകൃഷ്ണൻ എന്നൊരു സാഹിത്യകാരനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി. എന്തിനു വേണ്ടി? എന്ത് ചെയ്യാനാണ്? CPIക്ക് സാധ്യതയുള്ളൊരു സീറ്റാണത്. അവിടെ ഭാഗ്യത്തിന് കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് ശരിയാണ്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി CPIയുടെ VS സുനിൽകുമാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന സമയത്താണ് അതിൻ്റെ എപ്പിസെൻ്ററായിട്ടുള്ള തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയക്കാരനെ അല്ലാത്ത ആലങ്കോട് ജില്ലാകൃഷ്ണൻ നിർത്തുന്നത്. എന്തിനു വേണ്ടിയെന്ന് ആരെങ്കിലും ചോദിച്ചോ? അവർ ഓഡിറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല. ഇനി ഉപനേതൃ പദവി സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ KN ബാലഗോപാലാണ് സെക്കൻഡ്. KN ബാലഗോപാലിനെ മുന്നിൽ നിർത്തി വേണം പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അതിൻ്റെ ഒരു കാരണം, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ധനവകുപ്പാണ്. ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വകുപ്പ് ധനവകുപ്പായിരിക്കും. അവിടെ പിണറായി വിജയൻ മാത്രം പോരാ. അവിടെ മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ പ്രതിപക്ഷ നിലയിൽ രണ്ടാമനായി തന്നെ വേണം. ആ വകുപ്പ് ഓഡിറ്റ് ചെയ്യപ്പെടണം. അതായിരിക്കും ആദ്യം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന വകുപ്പ്. ഞാൻ പറയട്ടെ, ധവളപത്രം പുറത്തു വരുന്നു, ഇനി ബജറ്റ് വരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ബജറ്റിനെ ഓഡിറ്റ് ചെയ്യലും ഈ ധവളപത്രത്തിൽ മറുപടി പറയലുമാണ്. അത് പിണറായി വിജയൻ ഒറ്റയ്ക്ക് സാധിക്കില്ല, KN ബാലഗോപാൽ വേണം. KN ബാലഗോപാൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടേ നേടാൻ കഴിയും. മറ്റൊന്ന്, പിണറായി വിജയൻ പ്രായമായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പൂർണ്ണമായി അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാനോ സഭയിൽ തന്നെ ദിവസം ഹാജരാവാനോ കഴിഞ്ഞെന്ന് വരില്ല. അവിടെ ഈ K. രാജൻ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്നെ പ്രതിപക്ഷത്തിൻ്റെ മുഖം K. രാജനായി മാറുകയാണ്. CPM-ന് അവിടെ പിന്നെ ഒരു റോളും ഉണ്ടാവില്ല. അത് ആ മുന്നണിക്ക് നല്ലതല്ല. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM തന്നെ ആ നേതൃസ്ഥാനത്ത് നിൽക്കുകയാണ് നല്ലത്. CPI ഇപ്പോൾ നടത്തുന്നത് അവർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന പോലെ CPM-നെ പ്രതിസന്ധിയിലാക്കുക, ചലഞ്ച് ചെയ്യുക തുടങ്ങിയവരുടെ സാമ്പ്രദായികമായ ടാക്ടിക്സ് ആണ്. അത് വിലപ്പോവില്ല. ഞാൻ പറയുന്നു, CPM എല്ലാം അതിൽ നിന്ന് പിൻവാങ്ങാനാണ് സാധ്യത.